മേക്ക് 7 ഹെൽത്ത് ക്ലബിലേക്ക് സ്വാഗതം. ജമ്പിങ് ജാക്ക്. ഇതിൽ കാണുന്ന പോലെ 5 സൈഡിക്ക് 15 വീതം ചെയ്യുക. ആംഗിൾ റൊട്ടേഷൻ, ഇടത് കാല് 10 പ്രാവശ്യം ഏകദേശം, പിന്നെ റിവൈസ് ചെയ്തിട്ട് 10 പ്രാവശ്യം, ലെഗ് ചേഞ്ച് 10 പ്രാവശ്യം, റിവൈസ് 10 പ്രാവശ്യം. എല്ലാം ഇടത് ഭാഗത്തേക്കാണ് തുടക്കം. അടുത്തത് നീൽ റൊട്ടേഷൻ, ഇടത് ഭാഗത്തേക്ക് 10 പ്രാവശ്യം, അതേപോലെ റിവൈസ് വലത് ഭാഗത്തേക്ക് 10 പ്രാവശ്യം. ഹിപ്പ് റൊട്ടേഷൻ, ഇടത് ഭാഗത്തേക്ക് 10 തവണ ഇതുപോലെ, വലത് ഭാഗത്തേക്ക് 10 തവണ. ഹിപ്പ് മാത്രം തിരിക്കുക. നെക്ക് റൊട്ടേഷൻ 5 തവണ ഇടത് ഭാഗത്തുനിന്ന് വലത് ഭാഗത്തേക്ക്, അതേപോലെ അപ്പ് ആൻഡ് ഡൗൺ, താഴ്ത്തോട്ടും മേലോട്ടും. പിന്നെ റിവേഴ്സ് 5 തവണ. വളരെ സ്ലോ ആയിട്ട് ചെയ്യേണ്ട എക്സസൈസുകളാണ്, നരമ്പുകളെ ബാധിക്കാതെ വളരെ കണ്ണടച്ച് സ്ലോ ആയിട്ട് ചെയ്യാം. അപ്പ് ആൻഡ് ഡൗൺ, കണ്ണ് തുറന്ന് മേലോട്ടും താഴോട്ടും വരിക. അടുത്തത് നമുക്ക് വരുന്നത് സൈഡ് ബെൻഡാണ്. ബ്രീത്തിങ്, ഹാൻഡ് സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് വരുന്നത്. അത് സൈഡ് ബെൻഡ് ഇടത് ഭാഗത്തേക്ക് 1, വലത് ഭാഗത്തേക്ക് 1, അങ്ങനെ 10 തവണ. ഫ്രഞ്ചിങ് ഹാൻഡ്, അത് 10 തവണ ചെയ്യണം. ശ്വാസം എടുക്കാനും അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യാനും മറക്കരുത്. ഇൻഡെക്സ് ലോക്കാണ്, 10 തവണ ഇതുപോലെ ചെയ്യാം. ഫിംഗർ ലോക്ക്, ഓവർ ഹെഡ്, ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, മറക്കുക. ശ്വാസം എടുക്കുക, എന്നിട്ട് കൈ മേലോട്ട് ഇതേപോലെ നമ്മുടെ കൈയിൻ്റെ മസിലുകൾ ചെവിയോട് അടുപ്പിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാൻഡ് ലോക്ക് ഇതേപോലെ തന്നെ ആദ്യം ചെയ്ത അതേ മെത്തേഡാണ്. ചെവി അടഞ്ഞ് ശരിക്കും മേലോട്ട് പോയിട്ട് സ്ലോയില് താഴോട്ട് വരിക, 10 തവണ. അടുത്തത് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. ഈ കാണിക്കുന്ന പോലെ വളരെ ശ്വാസം എടുത്ത് മേലോട്ട് കൈയടിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ശ്വാസം വിടുക. ക്ലാപ്പിംഗ് ഹാൻഡ് 10 തവണ. താഴോട്ട് എത്തുമ്പോൾ ശ്വാസം വിട്ട് കഴിയുക. അതേപോലെ പിന്നെ കണ്ടിന്യൂ ആണ് അതിൻ്റെ. അത് താഴോട്ട് പോകുമ്പോൾ ശ്വാസം ഔട്ട് ചെയ്ത്, പിന്നെ അവിടുന്ന് ശ്വാസം എടുത്തിട്ട് ഹിപ്പിൽ കൈ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ വരിക. സ്ട്രൈറ്റ് ആയിട്ട് ശ്വാസം വിടുക, 10 തവണ. ശരിക്കും ശ്വാസം എടുക്കാനും ശ്വാസം വിടാനും മറക്കരുത്. അടുത്തത് ഫ്രണ്ട് ബെൻഡാണ്. ഇതുപോലെ ശ്വാസം ഒന്ന് പിടിച്ച് ഇട്ട് കൈ മേലോട്ട് പൊക്കുക, ഇതേപോലെ കാണുന്ന പോലെ. പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. തിരിച്ച് അതേപോലെ വരിക. ശരിക്കും നോക്കുക. കാൽമുട്ടിൽ നമ്മുടെ പിന്നെ മുഖം തട്ടിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ. ഇത് ഇത്രയും ചെയ്യാൻ പറ്റാത്തവർ ശ്രദ്ധിച്ച് കഴിയുന്നത്ര ചെയ്യാം. ഫ്രണ്ട് ബെൻഡാണ് ഇതിന് പറയാം. ഇതിൻ്റെ കണ്ടിന്യൂ ആണ് ഇത് വരുന്നത്. കൈ കണ്ടില്ലേ, കൈ വിടാതെ ബാക്ക് സൈഡിലൂടെ താഴോട്ട്, നേരെ മേലോട്ടല്ല പോയിരുന്നത്, അതിന് നേരെ ഇതായിട്ട് താഴോട്ട് പോകണം. കൈ ഒരിക്കലും ആ ലോക്ക് വിടാതെ താഴോട്ടേറ്റം പോവുക. മുട്ട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഏറ്റവും മുഖം മുട്ടിനോട് അടുപ്പിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് സിറ്റപ്പാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് ഇത് നമ്മൾ വിരലിൽ കുത്തിയിട്ട് നിൽക്കണം. എന്നിട്ട് താഴ്ന്ന്
നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് നമ്മളെ ബാക്ക് സൈഡ് കാലിൻ്റെ പാദം നിലത്ത് മുട്ടിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ശ്വാസം വിടുക. ഇതിൽ കാണിക്കുന്ന ഡെമോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിപ്പ് വലുത് കാല് താഴ്ത്തി വെച്ചതിന് ശേഷം മാത്രമാണ് സ്ട്രൈറ്റ് ആയിട്ട് കൈ പിടിക്കുക. നെക്സ്റ്റ് പുൾ ആൻഡ് പുഷ് ആണ്. പുൾ ആൻഡ് പുഷ്, വയറ് മേലോട്ട് തള്ളിയിട്ട് ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുക 10 തവണ. അടുത്തത് അക്യൂപ്രഷറാണ്. വയറിൻ്റെ 2 സൈഡ് ഭാഗങ്ങളും നല്ലോണം നെക്കി പിഴിയുക. വളരെ നല്ലോണം നെക്കിയിട്ട് പിഴിയണം ശരിക്ക്. അത് പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് പറയുമ്പോൾ സൈഡ് ഭാഗം മാത്രം ചെയ്യുക. സെക്കൻഡ് പറയുമ്പോൾ ഈ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ആ പിന്നെ മുൻഭാഗം മാത്രം പ്രസ് ചെയ്യുക. ഇനി അടുത്തത് അബ്ഡം വൈബ്രേഷനാണ്. വളരെ ശ്രദ്ധിച്ച് ശ്വാസം എടുത്ത് മൂക്കിലൂടെ എടുത്തിട്ട് മൂക്കിലൂടെ വിടുന്ന വിധത്തിൽ ചെയ്യുമ്പോൾ നമ്മളെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ വയറ് നല്ലോണം കുലുങ്ങും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഇതാണ് എന്ത് ടോ ജമ്പിങ് ആണ്. അത് ഓരോ സൈഡിക്കും 25 തവണ ചെയ്യുക ഇതേപോലെ. അങ്ങനെ 125 തവണ വരും നമുക്കത്. ശരിക്കും വളരെ കൃത്യമായിട്ട് വിരലിൽ തന്നെ ചാടാൻ നോക്കുക. കൈ ശരിക്കും പിന്നെ ക്ലോസ് ചെയ്ത് വിടുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ 60 മുതൽ 1 വരെ എണ്ണുന്ന രീതി താഴോട്ട് എണ്ണുക. നെക്സ്റ്റ് നമ്മളത് ഫേസ് മസാജാണ്. നല്ലോണം കൈ